ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് ലേണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിദ്യാ സന്ദീപ്. നമ്മളിന്ന് ബിസിനസ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിലെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ പേഴ്സൺസ് നോട്ട് കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ കോൺട്രാക്ട് വിത്ത് മൈനേഴ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡും അതുപോലെ തന്നെ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ കോൺട്രാക്ടിങ് ബൈ എനി അതർ ലോയുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആണ്. നമുക്ക് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 12 പ്രകാരമാണ് സൗണ്ട് മൈൻഡ് പേഴ്സൺസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. എ പേഴ്സൺ ഈസ് സാഡ് ടു ബി സൗണ്ട് മൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട് if at the time when he makes it he is capable of understanding it and of forming a rational judgment as to its effect upon his interest. അതായത് ഒരു സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ കോൺട്രാക്റ്റിലുള്ള എല്ലാ ടേംസും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ റാഷണൽ ജഡ്ജ്മെന്റ് നടത്താൻ ക്യാപ്പബിൾ ആകുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. റാഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോജിക്കലി ആയിരിക്കും അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം അതായത് നമ്മൾ കാര്യങ്ങൾ കോൺട്രാക്റ്റിലെ ടേംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ക്യാപ്പബിൾ ആകണം. അതുപോലെ തന്നെ റാഷണൽ ജഡ്ജ്മെന്റ് നടത്താനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? സൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്ന് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സന്റെ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഈ പറഞ്ഞ രണ്ട് ക്യാപ്പബിലിറ്റീസ് ഇല്ലാത്ത ഒരു പേഴ്സനെ നമുക്ക് എന്ത് പറയാം? അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്ന് പറയാം. അതായത് റാഷണൽ തിങ്കിങ് ഇല്ലാത്ത ഒരു വ്യക്തിയെയും അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്റ്റിലെ ടേംസ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത വ്യക്തിയെയും നമുക്ക് എന്ത് പറയാം? അൺസൗണ്ടഡ് പേഴ്സൺ എന്ന് പറയാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം നമ്മളെ അൺസൗണ്ടഡ് മൈൻഡ് പേഴ്സണ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോൺട്രാക്റ്റിൽ ലീഗലി എൻ്റർ ചെയ്യാൻ പറ്റില്ല. Thus, if a person is not capable of both means rational thinkingും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റിംഗ് ടേംസും മനസ്സിലാകുന്നില്ലെങ്കിൽ he is said to have suffered from unsoundness of mind. Section 11 of the Act also declares that persons of unsound mind are incompetent to enter into a contract. Unsounded mind person ഒരിക്കലും നമ്മുടെ അഗ്രിമെന്റിലേക്കോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലേക്കോ എൻ്റർ ചെയ്യാൻ കോമ്പീറ്റന്റ് അല്ല. അദ്ദേഹത്തിന് അങ്ങനെ ലീഗലി യാതൊരു പ്രൊട്ടക്ഷനും ലഭിക്കുകയില്ല. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ഏതൊക്കെയെന്നാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇഡിയറ്റ്സിനാണ്. ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ അദ്ദേഹത്തിന് മെന്റലി അല്ലെങ്കിൽ ജെനറ്റിക്കലി തന്നെ മെന്റൽ പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറഞ്ഞത്? ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞത്. അവർക്ക് ആ ഒരു മനോവൈകല്യം അവരുടെ ജന്മനാലുള്ള ഒരു പ്രശ്നമായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനോ സാധിക്കാത്ത ഒന്നാണ്. അപ്പം ഒരു ഇഡിയറ്റുമായിട്ട് ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് വോയിഡ് അബിനിഷ്യോ ആണ്. അത് തുടക്കത്തിൽ തന്നെ എന്തായിരിക്കും? അത് വോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇഡിയറ്റ്സ് എന്താന്ന് നോക്കാം. ആൻ ഇഡിയറ്റ് ഈസ് എ പേഴ്സൺ ഹു ഹാസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഹിസ് മെന്റൽ ഫാക്കൽറ്റീസ് ഓഫ് തിങ്കിങ് ഫോർ റാഷണൽ ജഡ്ജ്മെന്റ്. അതായത് കംപ്ലീറ്റ്ലി മെന്റൽ പവർ എന്തായാണ് ലോസ് ആയിട്ടുള്ള ആളുകളെ നമ്മളെന്ത് പറയുന്നത്? ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കാര്യമായിട്ട് റാഷണൽ ജഡ്ജ്മെന്റ്സ് നടത്താനുള്ള മെന്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ അഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വോയിഡ് അഗ്രിമെന്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പറയുന്നത് ലുനാറ്റിക്സ് ആണ്. എ ലുനാറ്റിക് ഈസ് എ പേഴ്സൺ ഹു ഈസ് മെന്റലി ഡിസോർഡർഡ് ഡ്യൂ ടു സം മെന്റൽ സ്ട്രെയിൻ ഓർ അതർ പേഴ്സണൽ എക്സ്പീരിയൻസ് ബട്ട് who has some lucid intervals of sound mind. അതായത് ലുനാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സന്റെ മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ അവരുടെ മെന്റാലിറ്റി ഡിസോർഡർ ആയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ എന്ത് പറയുന്നത്? ലുനാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു മെന്റൽ സ്ട്രെയിൻ മുഖാന്തരോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രാജഡി അല്ലെങ്കിൽ മെന്റൽ ഷോക്കിന്റെ ഒക്കെ ഫലമായിട്ട്
ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ മെന്റാലിറ്റി ചിലപ്പം ഡിസോർഡർ ആവാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ എന്ത് പറഞ്ഞത്, ലുനാറ്റിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട് ചില സമയത്ത് അവരും സൗണ്ട് മൈൻഡഡ് പേഴ്സണെ പോലെ ആയിരിക്കും. ഓക്കെ, പക്ഷെ ചില സമയത്ത് അവർക്ക് ഈ മെന്റൽ ഡിസോർഡർ വരും. അപ്പൊ അവർ ലൂസിഡ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു മെന്റൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആയിരിക്കില്ല ഈ ലുനാറ്റിക്സിന് ഉണ്ടായിരിക്കുക. ചില സമയത്ത് അവർ സൗണ്ട് മൈൻഡഡ് പേഴ്സണെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. ചില സമയത്ത് അവർ ലൂസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ സൗണ്ട് മൈൻഡഡ് ആയി നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പക്ഷെ അവർ ലൂസ് മെന്റാലിറ്റി കാണിക്കുന്ന ഒരു സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറഞ്ഞത് ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. A drunken or intoxicated person is a person who is delirious from fever or who is so drunk that he cannot understand the terms of contract or from a rational judgment as to its effect on his interest. അതായത് ഒരു ലുനാറ്റിക്സിനെ പോലെ തന്നെയാണ് ഈ ഡ്രങ്കൻ പേഴ്സൺ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറഞ്ഞത്, ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഡ്രങ്കൻ പേഴ്സൺ എന്ന് പറഞ്ഞത്. ലഹരിയോ അല്ലെങ്കിൽ ഒരുപാട് കുടിക്കുന്ന വ്യക്തികളോ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഈ ഡ്രങ്കൻ പേഴ്സൺ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുനാറ്റിക്സിനെ പോലെ തന്നെയാണ്. അവരുടെ ആ ഒരു മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് അല്ല, അത് എപ്പോഴും ചേഞ്ച് ചെയ്യും. ചില സമയത്ത് അവർ സൗണ്ട് മൈൻഡ് പേഴ്സണെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. പക്ഷെ അവർ ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അവരെപ്പോഴും അൺസൗണ്ട് മൈൻഡ് പേഴ്സണെ പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. പക്ഷെ അവരെ മെന്റൽ കപ്പാസിറ്റി നേരെയുള്ള സമയത്ത്, അതായത് ലഹരി ഒന്നും ഉപയോഗിക്കാത്ത സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ആണ്. അതായത് പാർട്ടീസ് ഇൻകോമ്പിറ്റന്റ് ടു എ കോൺട്രാക്ട് എന്നതിലെ തേർഡ് കാറ്റഗറിയാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ മൈനർ പറഞ്ഞിരുന്നു. ദെൻ രണ്ടാമത് നമ്മൾ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ. ഫസ്റ്റ് വൺ പറഞ്ഞ അലൈൻ എനിമിയാണ്. അലൈൻ മീൻസ് എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറഞ്ഞത്, അലൈൻ എന്ന് പറഞ്ഞത്. അതായത് വിദേശ പൗരന്മാരൊക്കെ ഉണ്ടായിരിക്കും, അവരെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അലൈൻ എന്ന് പറഞ്ഞത്. അലൈൻ എന്ന് പറഞ്ഞെങ്കിൽ അലൈൻ ഫ്രണ്ടും ഉണ്ട്, അതുപോലെ അലൈൻ എനിമീസും ഉണ്ട്. അലൈൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു കൺട്രിയുമായിട്ട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെയുള്ള വ്യക്തിയെ നമുക്ക് എന്ത് പറയാം, അലൈൻ ഫ്രണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രിയുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കൺട്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അവിടെയുള്ള ആളുകളെ നമ്മൾ എന്ത് പറയും, അലൈൻ എനിമി എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയും ഇന്ത്യയും പാകിസ്ഥാനും എപ്പോഴും ഇഷ്യൂസ് ആണ്. അപ്പം പാകിസ്ഥാനിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴും എന്താണ് പറയുന്നത്, അലൈൻ എനിമി എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ ഇൻ കേസ് നമ്മൾ ഒരു കൺട്രിയുമായിട്ട് ഒരു ഇഷ്യൂസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പക്ഷേ ചില സമയത്ത് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അതിന് ശേഷമായിരിക്കും ചിലപ്പം എന്തെങ്കിലും വാർ അതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പം ആ സമയത്ത് ആ ഒരു അലൈൻ എനിമിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് നമ്മുടെ ലോ എന്ത് ചെയ്യാറുണ്ട്, സസ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ അലൈൻ എനിമി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലോ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഇൻസോൾവെന്റ് ആണ്. ഒരാൾ ഇൻസോൾവെന്റ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസറ്റിനേക്കാളും കൂടുതൽ ഒരാൾക്ക് ഡെപ്റ്റ് വരുന്ന സമയത്താണ് നമ്മൾ ഒരു പേഴ്സണെ ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, when a person is declared as an insolvent, his property was in the official receiver or assignee. അതായത് ഇൻസോൾവെന്റ് ആകുന്ന ഒരു പേഴ്സന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒഫീഷ്യൽ റിസീവറുടെ കയ്യിലായിരിക്കും. നമ്മൾ പറയാണ്ട് ചിലപ്പം കോടതിയൊക്കെ എന്ത് ചെയ്യും, ജപ്തി നടത്താറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സമയത്ത് ആ ഒരു പേഴ്സണ് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ എന്തുണ്ടായിരിക്കില്ല, ഒരു റൈറ്റും ഉണ്ടായിരിക്കില്ല. ആൻഡ് ദി ഇൻസോൾവെന്റ് ഈസ് deprived of his power to deal with the property and sued on his behalf. അതായത് ഇങ്ങനെ ഒരു ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു ഒഫീഷ്യൽ റിസീവറുടെ അതോറിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ റൈറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഇൻസോൾവെന്റ് ആയിട്ടുള്ള പേഴ്സന്റെ എല്ലാ റൈറ്റും എന്ത് ചെയ്യും, അവിടുന്ന് ഒഴിവാക്കും. ഓക്കെ, ഡിപ്രൈവ്ഡ് ചെയ്യും.
Then next is foreign sovereigns, their diplomatic staff and accredited representatives of foreign states. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഫോറിൻ സോവർജിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ ലഭിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോറിൻ സോവർജിയൻസ് എന്ന് പറയുന്നത്. Such persons can enter into valid contract and can enforce them in Indian courts. അതായത് നമുക്ക് എന്ത് ചെയ്യാം ഫോറിൻ സോവർജിയൻസിന് എന്ത് ചെയ്യാൻ പറ്റും കോൺട്രാക്റ്റിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. However, a suit cannot be filed against them in the Indian courts without the prior sanction of the central government. ഫോറിൻ സോവർജിയൻസിന് ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് സ്യൂട്ട്സ് എന്തെങ്കിലും നമുക്ക് കോർട്ടിൽ എന്തെങ്കിലും പരാതിയൊക്കെ നൽകണമെങ്കിൽ നമ്മൾ ആയിട്ട് ഒരു പ്രയർ സാങ്ഷൻ എടുക്കണം. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയർ സാങ്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്യൂട്ട്സ് ഒക്കെ ഫയൽ ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോർപ്പറേഷൻസ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അതുപോലെ തന്നെ കോർപ്പറേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ദെൻ ഒരു കമ്പനി എന്ന് പറഞ്ഞെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആണ്, അതുപോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒക്കെ ഉള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ക്യാൻ ഹോൾഡ് പ്രോപ്പർട്ടി അല്ലെ, അവർക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്യാൻ പറ്റും. ക്യാൻ പർച്ചേസ് ഓർ സെൽ ദി പ്രോപ്പർട്ടി, അവരുടെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് സെല് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ പുതിയ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ക്യാൻ സ്യൂ ഓർ ബി സ്യൂഡ് ഇൻ ദി കോർട്ട്സ് ഓഫ് ലോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കോർട്ടിൽ ഒരു സ്യൂ ഫയൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്കെതിരെയും നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു സ്യൂ ഫയൽ ചെയ്യാം. പക്ഷേ ഇവർക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരു അഗ്രിമെൻറ്റിലോ കോൺട്രാക്റ്റിലോ ഏർപ്പെടാൻ സാധിക്കില്ല. ബട്ട് ഇറ്റ് കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിച്ച് ആർ സ്ട്രിക്റ്റ്ലി ഓഫ് പേഴ്സണൽ നാച്ചർ, പേഴ്സണൽ നാച്ചറിലുള്ള കോൺട്രാക്റ്റിൽ അവർക്ക് നേരിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻസുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ബ്രിട്ടൻ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ബ്രിട്ടൻ അഗ്രിമെൻറ്റോട് കൂടിയിട്ടായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റിൽ മാത്രമേ കമ്പനീസിനും കോർപ്പറേറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ഫെലൻസ് ഓർ കൺവിക്ട്സ് ആണ്. ഫെലൻസ് ഓർ കൺവിക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട് ജയിലിലായി നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അതായത് അവരെന്ന് പറയുക ഇംപ്രിസൺമെൻറ്റിലായിരിക്കും, അവരുടെ ശിക്ഷാ കാലയളവ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെ ഒരു ഇംപ്രിസൺമെൻറ്റിലാകുന്ന സമയത്ത് ഈ ഫെലൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. പക്ഷേ അവരുടെ ആ ഒരു കാലയളവ് ശിക്ഷാ കാലയളവ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും. This inability come to an end on the expiration of the period of imprisonment or if he has been pardoned. അതായത് അവരുടെ ഇംപ്രിസൺമെൻറ്റ് എക്സ്പിരേഷൻ കാലയളവ് കഴിഞ്ഞതിന് ശേഷമോ ചില സമയത്ത് അവർക്ക് എന്ത് ചെയ്യാണ്ട് ശിക്ഷാ ഇളവുകൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്തോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പക്ഷേ ഇംപ്രിസൺമെൻറ്റ് ആകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്